സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ക്യൂട്ട് ബോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. ആൻഡ് അതിന് വേണ്ടി നിങ്ങൾക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യം അതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചും മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് you can use this same pattern to make a keychain or a hair accessory. So without any delay, welcome back to our family. സോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അക്രിലിക്കിൻ്റെ യാണാണ്. അതുപോലെ തന്നെ 4.5 നീഡിലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻ മൈ ഒപ്പീനിയൻ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അക്രിലിക്കിൻ്റെ യാണായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ആൻഡ് ഫസ്റ്റ് തന്നെ നമ്മളിവിടെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ആൻഡ് സ്ലിപ്പ് നോട്ട് ചെയ്യാൻ പല രീതിയിൽ നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്യാം. ആൻഡ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കിയിട്ട് പിന്നെ ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് 66 ചെയിൻസ് ആണ് ഇടേണ്ടത്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 66 ചെയിൻസ് ഇടുക. പ്ലസ് ഒരു ചെയിൻ നമ്മൾ ടേണിങ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഇടുക. ആ ഒരു ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് 66 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ എന്താണ് ആ നീഡിലുണ്ടല്ലോ, നീഡിലിൻ്റെ അവിടെ നിന്ന് സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത 8 ചെയിനിലേക്ക് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഹാഫ് ഡബിൾ ക്രോഷ്യയ്ക്ക് വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്തതിന് ശേഷം ആ സെക്കൻഡ് ചെയിനിലേക്ക് നീഡിലിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 3 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയും അറ്റ് ദ സെയിം ടൈം പാസ് ചെയ്യുക. അതാണ് എന്താ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ വീഡിയോ. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് 8 ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം അടുത്ത 6 ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത 6 ചെയിനിൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മുന്നേ പറഞ്ഞു നമുക്ക് ഈ ഒരു ബോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹാഫ് ഡബിൾ ക്രോഷ്യയും പിന്നെ അതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ചും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഈ രണ്ട് സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ബോ ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ചെയിനിലേക്ക് നമ്മളുടെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ആ ലൂപ്പിലേക്ക് പാസ് ചെയ്യുക. അതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ആ ഇത് ലൂപ്പിലേക്ക് പാസ് ചെയ്യുക. അങ്ങനെ 6 ചെയിനിൽ നമ്മൾ എന്ത് ചെയ്യുക, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ആൻഡ് അതിനുശേഷം നമ്മൾ അടുത്ത 16 ചെയിനിൽ എന്ത് ചെയ്യുക, 16 ചെയിനിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ചിട്ട് അങ്ങനെ 16 ചെയിനിൽ നമ്മൾ എന്ത് ചെയ്തെടുക്കണം, 16 ഹാഫ് ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് ക്രോഷ്യ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിനെ അവിടെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടിയും എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവിടെ 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം അടുത്ത 6 സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്.
ഇനി നമ്മൾ 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും 16 ഹാഫ് ഡബിൾ ക്രോഷ്യോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 16 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ 8 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മളിനി ഒരു റോ 2 തൊട്ടിട്ട് റോ 5 അല്ലെങ്കിൽ റോ 4 വരെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് റോ 5 വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ റോ 4 വരെ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഇതിനനുസരിച്ച് നമുക്കത് എത്ര റോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ബട്ട് കൂടുതൽ റോ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. സോ റോ 4 വരെ അല്ലെങ്കിൽ 5 വരെ നമുക്ക് ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ അവസാനത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുമല്ലോ, അവസാനത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതെന്തിനാ? ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടോ, ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വർക്ക് ടേൺ ചെയ്യാം. ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്ക് ലൂപ്പിലേക്കാണ് പാസ് ചെയ്യണത്. ഓക്കെ, നീഡിൽ ബാക്ക് ലൂപ്പിലാണ് പാസ് ചെയ്യണത്. കണ്ടോ, അത് ഒന്ന് ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ. എന്നിട്ട് സെയിം നമ്മൾ മുന്നേ പറഞ്ഞ പാറ്റേൺ സ്റ്റിച്ചസ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതിൽ ലാസ്റ്റത്തെ ഒരു റോയിൽ മാത്രമാണ് ഒരു എക്സ്ട്രാ ഒരു ഇത് വരുന്നത്. അതുവരെ നിങ്ങൾ റോ 4 വരെ നിങ്ങൾ ഇതുപോലെ സെയിം ഇതുപോലെ ചെയ്യുക. അതിൽ ടേൺ ചെയ്യണം. അതിൻ്റെ അവസാനത്തെ സ്റ്റിച്ച് വരുമ്പോൾ മാത്രം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ സെയിം ഇതുപോലെ തന്നെ പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ആൻഡ് ഞാനിവിടെ റോ 5-ൽ ഞാൻ പറഞ്ഞ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇതാണ് ചെയ്യണമെന്ന്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. റോ 5 വരെ നിങ്ങൾക്ക് ഈ സെയിം പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. യാൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തുന്നി കൊടുക്കുക, യാൺ എക്സ്ട്രാ ഉള്ള യാൺ തുന്നി കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഞാൻ ചെയ്യണ റോ 5-ലത്തെ ആ സ്റ്റിച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. അതിന് ഒരു കുഴപ്പമില്ല. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സെയിം എഫക്റ്റ് ആണ് തന്നെ കിട്ടുക ചെയ്ത് കഴിയുമ്പോൾ, ബോ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോ 4 വരെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതാണ്, ഇത് ചെയ്തിട്ടും നമ്മളിത് ഇവിടെ സെൻറ്ററിൽ ടൈ ചെയ്ത് കൊടുത്താലും സെയിം പോലെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോ 5 ആയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വീണ്ടും സെയിം യാൺ എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് നമ്മളിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ 8 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം 6 സ്ലിപ്പ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തില്ലേ, ആ സ്റ്റാർട്ടിങ് സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യുക, നീഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് യാണിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. ഓക്കെ, അത് ഒരു ചെയിൻ ഇട്ടിട്ട് ഞാനവിടെ സെക്യൂർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. 6 സ്ലിപ്പ് സ്റ്റിച്ച്, അത് കഴിഞ്ഞ ശേഷം 16 ഹാഫ് ഡബിൾ ക്രോഷ്യ, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 16 ഹാഫ് ഡബിൾ ക്രോഷ്യ, 6 സ്ലിപ്പ് സ്റ്റിച്ച്. അതിനുശേഷം നമ്മളത് യാൺ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്ട്രാ വരുന്ന യാണ് തുന്നി കൊടുക്കുക. ഓക്കെ, സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 തറ്റത്തുള്ള 8 ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്യില്ല. ബാക്കി എല്ലാ സ്റ്റിച്ചിൻ്റെയും
മുകളിൽ കൂടെ നമ്മൾ മുന്നത്തെ സ്റ്റിച്ചസ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, കണ്ടോ ഇതിൽ വ്യത്യാസം കണ്ടോ? ഞാൻ ഈ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ ആണ് വ്യത്യാസമുണ്ട്. മറ്റേത് കോട്ടൺ ആണ്, ഇത് വന്നിട്ട് ആക്രിലിക്. അതിൻ്റെ വ്യത്യാസം കണ്ടോ? യാണിൻ്റെ സൈസിൽ തന്നെ വ്യത്യാസമുണ്ട്. സോ നിങ്ങൾ സെയിം ഈ പാറ്റേൺ യൂസ് ചെയ്തിട്ട് പല യാണിൽ ചെയ്താലും യാണിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പാറ്റേണിൽ സൈസ് വേരി ചെയ്യും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. സോ ഹാപ്പി ലേണിംഗ് ആൻഡ് ഹാവ് പീസ് ടു ഓൾ.